ദൈവത്തിൻ്റെ മഹത്വം. നിങ്ങൾക്കെൻ്റെ സ്നേഹവന്ദനം. ഇന്ന് അവൻ്റെ ശബ്ദം നിങ്ങൾക്കായി. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക്. 1 പത്രോസ് 2:9. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങൾ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. നമ്മളെ തന്നെ എന്ത് വിലയിരുത്തുന്നുവോ അത് നമ്മുടെ വളർച്ചയുടെയും ഉയർച്ചയുടെയും ബാധിക്കുന്ന ഘടകമായിരിക്കും. ഈ വാക്യത്തിൻ്റെ ആദ്യ ഭാഗം നമ്മൾ ആരാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ്. 1 കൊരിന്ത്യർ 6:17 അന്ധകാരത്തിൽ നിന്ന് നമ്മെ തന്നെ താൻ വേർതിരിപ്പാൻ പൗലോസ് പറയുന്നു. 1 തെസ്സലോനിക്കർ 5:5 പൗലോസ് പറയുന്നു, നിങ്ങൾ ഇരുട്ടിനുള്ളവരല്ല, വെളിച്ചത്തിൻ്റെ മക്കളാണ്, പകലിൻ്റെ മക്കളാണ്. രക്ഷിക്കപ്പെടാത്തവരെ ഇരുളിൻ്റെ മക്കളെന്നും അനുസരണക്കേടിൻ്റെ മക്കളെന്നും കോപത്തിൻ്റെ മക്കളെന്നും വിളിച്ചിരിക്കുന്നു. നമുക്ക് വെളിച്ചത്തിൽ നടക്കേണ്ടതും ആവശ്യമാണ് എന്ന് വെച്ചാൽ അവൻ്റെ കൽപ്പനകളെ അനുസരിക്കേണ്ടത് ആവശ്യമാണെന്ന് യോഹന്നാൻ തൻ്റെ 1-ാം ലേഖനത്തിൻ്റെ 7-ാം വാക്യത്തിൽ പറയുന്നു. എഫെസ്യർ 5:8 പറയുന്നു, പൗലോസ് പറയുന്നത്, മുൻപ് നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോൾ കർത്താവിൻ്റെ വെളിച്ചമാകുന്നു എന്നാണ്. നിങ്ങൾക്ക് വെളിച്ചം വന്നു എന്നല്ല, നിങ്ങൾ വെളിച്ചം ആകുന്നു എന്നാണ്. കർത്താവായ യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന്. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചത്തിൽ നടക്കും. ഇത് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. യേശു എന്ന ലോക വെളിച്ചത്തെ ഇരുളിൻ്റെ മക്കൾക്ക് വെളിപ്പെടുത്തേണ്ട വെളിച്ചമാണ് നമ്മൾ. പത്രോസ് പറയുന്നത് ആ നിലയിൽ നമ്മൾ വിലപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും അധികാരമുള്ളവരുമാണ് എന്നാണ്. ദൈവം നമ്മെ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.